കാരണം ഞാൻ ഇത് ഓരോരുത്തരും പറഞ്ഞിട്ടില്ല. ഞാനൊരു വലിയൊരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടില്ല ഈ സംഭവം. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു പറഞ്ഞ ഒറ്റ കാര്യം തന്നെയാണ്, നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് വിഷമങ്ങൾ പറഞ്ഞ് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഇതുവരെ ഒരു ഇൻ്റർവ്യൂ, പക്ഷേ ഈ വിഷ്ണു പറഞ്ഞപ്പം ശരിക്കും അത് എന്നെ ഇൻസ്പയർ ചെയ്തു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഏറ്റവും നല്ല പഠിക്കുന്നത് ഞാനായിരുന്നു. പക്ഷേ ക്രിസ്മസ് വരെ നല്ല മാർക്കൊക്കെ കിട്ടിയിട്ട് 10ാം ക്ലാസ്സിൽ വിചാരിച്ചുള്ള മാർക്ക് കിട്ടില്ല. അത് എൻ്റെ ഫാമിലി അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ, അമ്മ എല്ലാവരും ഡൗൺ ആയി. അപ്പം ആ സമയത്ത് ഈ +2 +1 അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അത്രയും ഒരു താല്പര്യം എടുത്തില്ല. എന്നെ ആ പ്രതീക്ഷ മാർക്ക് കിട്ടാത്തതുകൊണ്ട് ഇനി ഇവനെ ഇങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം വരാത്തതുകൊണ്ട് എനിക്കങ്ങനെ പോകാൻ പറ്റിയില്ല. ഞാൻ ഓപ്പൺ സ്കൂൾ പഠിച്ചു. ഓപ്പൺ സ്കൂൾ പഠിച്ച സമയത്തും എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ലക്ഷ്യം കലാരംഗത്ത് വരണം. അത് കഴിഞ്ഞിട്ട് പൈസയാണ് ഏറ്റവും വലുതെന്നൊരു സംഭവം എൻ്റെ മനസ്സിലും ചിന്ത വന്നു. അങ്ങനെ ഞാൻ വിഷ്ണു ചെയ്തിട്ടുള്ള എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട്. ഞാൻ ഫിഷ് മാർക്കറ്റിനകത്ത് ഈ രാവിലെ 3 മണിക്ക് 4 മണിക്ക് മത്സ്യം വിൽക്കുന്ന സമയത്ത് ലേലം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കണക്കെഴുതാൻ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് +1 +2 പഠിക്കുന്ന സമയത്തും അവിടെ പോയി പൈസ കളഞ്ഞ് പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചിച്ചൻ്റെ കടയിൽ CD ലൈബ്രറി ഷോപ്പിൽ ജോലിക്ക് നിന്നിട്ട് 500 രൂപ ശമ്പളത്തിന് ജോലിക്ക് നിന്നിട്ട് അവിടെ ഇരുന്ന് പ്രീ ഡിഗ്രി പഠിച്ച കുട്ടികളുടെ മലയാളം നോട്ട്ബുക്ക് വാങ്ങിച്ച് പഠിച്ചിട്ട് +1 +2 ഞാൻ ഫസ്റ്റ് ക്ലാസ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ സമയത്തും എനിക്ക് ആവശ്യം പൈസ ഉണ്ടാക്കാൻ സമയം വേണം, എന്നാൽ ഈ ബുക്സിൽ വെച്ച് പഠിക്കുകയും വേണം. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. വിറക് കച്ചവടം ചെയ്തിട്ടുണ്ട്. ഞാൻ വിറക് ഇറക്കിയിട്ട് ഞാനും എൻ്റെ ചേട്ടനും കൂടെയാണ് അത്. കാരണം ഞാൻ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. എൻ്റെ അച്ഛന് റൈറ്റ് ഹാൻഡ് ഇല്ല. അപ്പോൾ അതിൻ്റെ കുറേ പരിമിതികൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊരു 3.5 വർഷം അച്ഛൻ വീട്ടിലില്ല. അപ്പം വീട്ടിൽ ആരുടെ വരുമാനം ഇല്ല. അമ്മൂമ്മയുണ്ട്, ഞാനുണ്ട്, ചേട്ടനുണ്ട്, അമ്മയുണ്ട്. അതിന് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് അന്ന് മുതൽക്ക് പൈസ ലക്ഷ്യം എവിടെയെങ്കിലും എത്തണമെന്നൊരു വാശിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കോഴി വളർത്തൽ, ആട്, പശു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളർത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴും നോക്കിയപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികളെല്ലാം ഓരോ പൊസിഷനിലെത്തി. എനിക്കൊന്നും ആകാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്ന കോൺടാക്ട്സ്, അത് കഴിഞ്ഞിട്ട് എങ്ങനെ കരിയറിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഒരു അടുത്ത കരിയർ കോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും, ഇത് പറഞ്ഞു തരാൻ ഒരു നാട്ടുപുറത്ത് നേരാനായിട്ട് എനിക്ക് ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പം എനിക്കുള്ള കോൺടാക്ട്സിൽ പരിമിതിയിൽ എന്ത് പഠിക്കണം, ഇങ്ങനെ ഒരുപാട് ഞാൻ സെർച്ച് ചെയ്യായിരുന്നു. ഒരുപാട് വിഷമിക്കും ഒറ്റ. കാരണം ഇത് ആരോട് പറയുമ്പോൾ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഇതെങ്ങനെ നമ്മൾ എത്തിക്കണമെന്ന് അറിയില്ല. അങ്ങനെയാണ് എനിക്ക് ട്രാവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓഫീസിലേക്ക് ജോലി കിട്ടുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ സിസ്റ്റർ പരിചയമുള്ള ഒരാൾ മുഖേന എനിക്ക് അവിടെ കിട്ടുന്നതാണ്. ഞാൻ അവിടെ വരുന്ന സമയത്ത് എനിക്ക് ഒരു ബാങ്കിൽ പോയി ഒരു കാര്യം ചെയ്യാൻ അറിയില്ല. ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ പാസ്പോർട്ടിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് ആകെ അറിയുള്ള കമ്പ്യൂട്ടറാണ്. കാരണം വീഡിയോ ലൈബ്രറി ഷോപ്പിൽ ഇരുന്നത് കൊണ്ട് എനിക്ക് അവിടുത്തെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് MP3യും വീഡിയോ ഒക്കെ റൈറ്റ് ചെയ്യാൻ വേണ്ടി സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ പഠിച്ച്, അങ്ങനെ കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് ഇവർ വിചാരിച്ചു കമ്പ്യൂട്ടറിലെല്ലാം ചെയ്യും, MS ഓഫീസൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവിടെ പോയി ഓൺലൈൻ പാസ്പോർട്ട് രജിസ്ട്രേഷൻ സംഭവം ചെയ്തു. അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം അവിടുന്ന് നാട്ടുമ്പുറത്തുനിന്ന് സിറ്റിയിലേക്ക് ചാടി. അവിടുന്ന് എങ്ങനെയാണ് അടുത്ത ഈ കരിയർ വീണ്ടും ഓപ്റ്റ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് മാസ്റ്റർ ഡിപ്ലോമ മൾട്ടിമീഡിയ ആൻഡ് ഫിലിം മേക്കിംഗ് പഠിക്കാൻ പോകുന്നത്. അപ്പം അത്രയും കാലം ഞാൻ സേവ് ചെയ്ത കുറച്ച് പൈസ ഉണ്ടായിരുന്നു. കാരണം എന്നെ അങ്ങനെ ഒരു കരിയർ കോഴ്സ് പഠിപ്പിക്കാൻ വീട്ടിലും ആരുടെ കയ്യിലും പൈസയില്ല. ഞാൻ അവിടെ നിന്നാണ് അരീന ആനിമേഷനിൽ ഞാൻ മാസ്റ്റർ ഡിപ്ലോമ ഫിലിം മേക്കിംഗ് പഠിക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് രാവിലെ 5:30 മണിക്ക് ഇറങ്ങും. 6 മണിക്ക് ഞാൻ കേശവദാസുരം അരീനയിലെത്തും. അവിടെ നിന്ന് പഠിച്ചിട്ട് 9 ആകുമ്പം അരീനയിൽ നിന്ന് വിട്ടിട്ട് ഞാൻ നേരെ ട്രാവൽ ഇന്ത്യയിൽ വരും. ട്രാവൽ ഇന്ത്യയിൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി 8-9 മണിയാകുമ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. കാരണം 2 ബസ്സൊക്കെ കയറിയ വീട്ടിലെത്തുന്നത്. ഇത് കഴിഞ്ഞ് ആ അരീന എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല. അന്ന് അരീനയുടെ 5 ബെസ്റ്റ് സ്റ്റുഡൻറ്റിൽ 1 ഓഫ് ദ സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു. ഞാൻ ഇന്റർ ചൂടി ഷോർട്ട് ഫിലിം ഫെസ്റ്റിന് ബാംഗ്ലൂർ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം ഷോർട്ട് ഫിലിമിന്, അതായത് നമ്മുടെ അന്നത്തെ ദൂരദർശന മാൽഗുഡി ഡേയ്സിൻ്റെ ഡയറക്ടർ ആക്ടറായിരുന്നു ജഡ്ജ്. ആ ഷോർട്ട് ഫിലിമിന് ഞാൻ സെക്കൻഡ് വിന്നറായിരുന്നു ചൂടി ആനിമേഷനിൽ. സോ ഫൈനലി ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് കാവലിയർ ഫിലിം മേക്കിംഗ്, ഡിഫൻസിൻ്റെ ആർമി നേവി SSB കോച്ചിങ് കൊടുക്കുന്ന ഡിഫൻസിൻ്റെ അക്കാഡമിയിൽ 3D പ്രൊഡക്ഷൻ്റെ ഹെഡായിട്ടിരിക്കുമ്പോഴും 3D ആനിമേഷൻ വിങ്ങിൻ്റെ ഫാക്കൽറ്റി ആയിരുന്നു, BFA സ്റ്റുഡൻസിൻ്റെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ട് 2012 മഴവിൽ മനോരമയിൽ സീരിയലിലേക്ക് വരുന്നത്. ഇത് വിഷ്ണുവിൻ്റെ ഒറ്റ സ്റ്റോറി കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ഓരോരുത്തരും ഇത് പറയാത്ത കാര്യമാണ്. കാരണം എൻ്റെയും വിഷ്ണുവിനെയൊക്കെ പോലെ കഷ്ടപ്പെട്ട് ഒരുപാട് ഇന്നത്തെ ജനറേഷനിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഈ ഒരു എയിമും ലക്ഷ്യവും ഒന്നൊരു കൊണ്ട് മാത്രമാണ്.